ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പൈ ത്രില്ലർ മൂവിയാണ്. പടത്തിന്റെ പേര് ദുരന്തൻ. ഇതിന്റെ ഇൻട്രോയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പൊ പറയാനില്ല. നേരെ പടത്തിലേക്ക് പോകാം. 2009 ഓഗസ്റ്റ് 4-നാണ് കഥ തുടങ്ങുന്നത്. ഓഗസ്റ്റ് 4-നല്ലാട്ടോ, ഓഗസ്റ്റ് 4-ന്. ഏതോ ഒരു ചേച്ചി കളിമൺ പ്രതിമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അയാൾ കടന്നു വരികയാണ്. ടൂണ് കേട്ടിട്ട് അക്ഷരമാലയുടെ ബുക്ക് വിൽക്കാൻ വന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. സാധാരണ അ ആ ഇ എന്നല്ലേ പറയാറ്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓ, നല്ല ബീജിയം. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാതായാൽ എസ്.ഐ. നടരാജൻ അത് മനസ്സിലാക്കി തരുവേ. ഈ ചന്ദ്രുവിനെ അന്നും ഇന്നും എന്നും എന്നെ മനസ്സിലാക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ പ്രഭാകരേട്ടൻ. ഒന്നുമില്ലെങ്കിൽ ആ മ്യൂസിക് ഒന്ന് കുറക്കി, അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ പറയും. ഇതിപ്പോ ഒന്നും കേൾക്കില്ലാന്ന്. അവനേക്കാൾ എത്രയോ അധികാരവും ശമ്പളവും ഉണ്ട് എസ്.ഐ. നടരാജന്. ഫോറസ്റ്റ് ഗാർഡായ ഏതോ പ്രഭാകരൻ, പിന്നെ ഇയാളുടെ പേര് എസ്.ഐ. നടരാജൻ, ഈ ചേച്ചിയുടെ പേര് ചന്ദ്ര. ഇവർക്ക് ആ പ്രഭാകരന് ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഈ ബിജിഎമ്മിന്റെ ഇടയിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങള്. ഒരു ഗാർഡ് ജോലി തിരപ്പെടുത്തിയ ആ ചേറ്റയോ അവനെ വിട്. അവനേക്കാൾ എത്രയോ അധികാരവും ശമ്പളവും ഉണ്ട് എസ്.ഐ. നടരാജന്. നീ എന്റെ കൂടെ വാ. എത്രയോ അധികാരവും ശമ്പളവും ഉണ്ട് എസ്.ഐ. നടരാജന്. നീ എന്റെ കൂടെ വാ. ഇവിടെ വാടി. എന്താ മോളെ, എന്ത് പറ്റി? ആരാ മോളെ? ഏതവനാടാ അതിന്റെ മ്യൂസിക് ഡയറക്ടർ? ഹോ, ഇനിയിപ്പോ എന്താ ഈ നടരാജൻ സാറിന്റെ ഒരു ഫൈറ്റ് അതന്നെ. ഇയാൾക്കെന്താ പ്രാന്താണോ? എന്തിനാ ഇയാൾ ഇങ്ങോട്ട് വന്നത്? എന്താ ഇയാൾ കാട്ടണത്? എനിക്കറിയില്ല. ചെവി പൊളിക്കണ ബീജം ഒരു സൈഡില്, എന്നാലും ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് തൊലയ്ക്കാന്ന് വെച്ചാ ഇങ്ങനത്തെ കുറെ വെറുപ്പിക്കലും. രാവണേട്ടോ, നമ്മുടെ പ്രഭാകരൻ സാറ് എന്താ മാറുക? കാര്യം പറ. ഇയാൾക്ക് എന്താണ് വയ്യേ? പ്രഭാകരൻ സാറേ, പ്രഭാകരൻ സാറേ, കാര്യം തുറന്നു പറയണോ? അയാളുടെ ഒരു എന്താ മാറുക? കാര്യം പറ. പ്രഭാകരൻ സാറേ. A few moments later. പ്രഭാകരൻ സാറേ ആനമർദ്ദ കൊന്ന് പുഴയിലിട്ടിട്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പ്രഭാകരൻ സാറേ, പ്രഭാകരൻ സാറേ ആനമർദ്ദ കൊന്ന് പുഴയിലിട്ടിട്ട്. ഓ, അപ്പൊ ഇയാൾക്ക് നേരെ സംസാരിക്കാനൊക്കെ അറിയാം, എന്നിട്ടാണ് കുറച്ചു നേരത്തെ കടന്ന് വരികയുണ്ടായിരുന്നത്. അപ്പൊ പ്രഭാകരൻ സാറിനെ ആനമർദ്ദ കൊന്നു. എന്താണ് ഈ ആനമർദ്ദ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊരു ഇൻവിസിബിൾ സ്ട്രെങ്ത് ആണ് എന്നൊക്കെയാണ് ഈ സിനിമയുടെ ടൈറ്റിലില് ഇവര് പറയുന്നത്. അയ്യോ, എന്റെ പ്രഭാകരേട്ടൻ ചത്തോ എന്നൊന്ന് തല കറങ്ങി വീണേക്കാം. ഈ ആനമർദ്ദയുടെ കഥ നല്ല വറ്റ് തിന്നുന്നവരാരും വിശ്വസിക്കില്ല. ഇതൊന്നും ആരും വിശ്വസിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മർദ്ദ ഇൻവിസിബിൾ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടം എടുത്ത് വെച്ചേക്കണത് എന്നാവോ? നിങ്ങൾ ഈ ചോദിച്ച ചോദ്യവും അതിൽ കൂടുതലും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആനമർദ്ദ, ആനയുടെ പ്രേതം. അപ്പൊ ആനയുടെ പ്രേതത്തിനെ ഇവരൊക്കെ വിളിക്കുന്ന പേരാണ് ആനമർദ്ദ. എന്നിട്ട് ഈ ആനമർദ്ദയാണ് എല്ലാവരെയും കൊല്ലുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അടിപൊളി. ആനമർദ്ദ, ആനയുടെ പ്രേതം, അതാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ എളുപ്പമായല്ലോ. ഈ നാട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആനമർദ്ദയാണ്, ഡിങ്കനാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. അതാകുമ്പോ കേസ് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനായി ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോയിലെ അതിസമർത്ഥനായ ഒരു ഓഫീസറെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ആനമർദ്ദയുടെ കേസ് അന്വേഷിക്കാൻ അയാൾ വരികയാണ്. ഓഫീസർ ശക്തി. മിസ്റ്റർ ശക്തി. കൊല്ലപ്പെട്ട പ്രഭാകരനെ കുറിച്ചുള്ള വിവരങ്ങൾ ശക്തി സാറിന് പറഞ്ഞു കൊടുക്കുകയാണ് അരുൺ സാർ. വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രഭാകരൻ തന്റെ നാട്ടിൽ പോവാൻ ഒരുങ്ങിയതിന്റെ മഴ പൊഴിയും മണിവിരൽ തുമ്പിൽ വിരിയും കവിത. ഇതെന്താ നാടോടി നിർത്തോ? മലരമ്പനല്ല, ഞാനാണ് തോക്കുന്നത് ഇതുപോലത്തെ ഓരോ അപരാധങ്ങള്. ഉണ്ണിപ്പുഴയ്ക്ക് അക്കരെ കാത്തിരിക്കുന്നു. സാറിനോട് പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരാനും. എന്താ കാര്യം? അറിയില്ല. എന്താ കാര്യം? അറിയില്ല. അഭിനയം നന്നായിട്ടുണ്ട്, ഓസ്കാർ കിട്ടും, നോക്കിയിരുന്നോ. അങ്ങനെ ഉണ്ണിയും പ്രഭാകരനും കൂടി കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് അറിയില്ല. രാത്രി എങ്ങോട്ടോ നടന്നുപോയ പ്രഭാകരൻ
പിറ്റേന്ന് രാവിലെ പുഴയിൽ ചത്തുപൊങ്ങി. ഇവിടുത്തെ ഓരോരുത്തർക്കും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്താൻ തന്നെ അറിയാം ഈ കൊലപാതകം നടത്തിയത് ആനമർദ്ദ തന്നെയാണെന്ന്. ആനമർദ്ദയുടെ പിന്നിലെ മിസ്റ്ററി കണ്ടുപിടിക്കാൻ പോയ ഓഫീസർ ഞെട്ടി നിൽക്കുകയാണ്. ആനമർദ്ദ ഓങ്ങി അടിച്ചാൽ 1.5 ടൺ വെയിറ്റ് ആണ് കേട്ടോ. ആനമർദ്ദ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കണത് ഏതോ മനുഷ്യനാണല്ലോ. ഇല്ല, ഞാൻ പറയുന്നത് സത്യം. അത് ആനമർദ്ദ തന്നെ. ഹലോ, മണ്ടത്തരം പറയരുത്. അറുങ്കൊല്ലി ആനയുടെ അലഞ്ഞു തിരിയുന്ന പ്രേതം. അറുങ്കൊല്ലി ആനയുടെ അച്ഛൻ ഇയാൾ ഏതറാ? ഇതാണോ ഇയാൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച വിവരങ്ങള്? എടോ, തല്ലിയത് മനുഷ്യനാടോ, മനുഷ്യൻ. കാട്ടിലാരോ സ്പീക്കറൊക്കെ വെച്ച് ഇയാളെ പറ്റിച്ചതാണ്. അടികൊണ്ട് പുഴയിലേക്ക് വീണതുകൊണ്ട് പേടിച്ച് മൂത്രം പോയത് ആരും അറിഞ്ഞതുമില്ല. വെള്ളമായിട്ട് മിക്സ് ആയി ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഭക്തിസാന്ദ്രമായ അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്റെ മുന്നിലോ എനിക്ക് വരുന്ന ക്ലയൻസിന് മുന്നിലോ അയാളൊരു തടസ്സമാവരുത്. ഇവർക്ക് ഇതിൽ എന്തൊക്കെയോ പങ്കുണ്ട് എന്ന് എന്റെ മനസ്സ് പറയണു. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കഥയിലേക്ക് മറ്റേതോ ഒരാൾ കൂടി കടന്നു വരികയാണ്. അതൊക്കെ ശരി, ഈ പടത്തില് നീ ആരാ? ഒന്ന് പോടോ. കണ്ടിട്ട് ഇയാളൊരു പാവാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഓവറാക്കല്ലേട്ടാ. അടി സക്കെ. അപ്പൊ ഈ ട്രെൻഡ് ഈ സിനിമയിൽ വന്നതാണല്ലേ? എന്റെ നാട് ഇത്തിരി ദൂരെയാ. തൽക്കാലം എനിക്കൊരു പണി വേണം. നിന്റെ പേരെന്താ? വേലു. നൈസ് ടു മീറ്റ് യു മിസ്റ്റർ വേലു. രാജു രാവണിയുടെ സ്വന്തം മകനല്ല എന്നുള്ള കാര്യം നിങ്ങൾ പറയുമ്പോഴാ ഞങ്ങൾ അറിയുന്നത്. അത് ശരി, ഇവര് പറയുമ്പോഴാണ് നിങ്ങൾ ഓരോന്ന് അറിയണത്. എന്നാ പിന്നെ ഇവര് ഈ കേസ് അന്വേഷിക്കട്ടെ. മുത്തശ്ശിക്ക് ഞാൻ മേടിച്ചതാ. ഇയാൾ എന്തിനാ ഇവിടെയൊക്കെ കയറി നിരങ്ങണത്? പണി അന്വേഷിച്ചു വന്നതാണെങ്കിൽ അതിനെപ്പറ്റി നോക്കിയ പോരെ? നീ ഞങ്ങളുടെ പൊരക്കടുത്തുള്ളതാ ഞങ്ങൾക്ക് ആശ്വാസം. രാത്രിയിൽ നിന്റെ ചുമയും മൂളിപ്പാട്ടും കേട്ടിട്ടാ എന്റെ ചന്ദ്രുട്ടി ഇപ്പൊ പേടിക്കാതെ ഉറങ്ങാറ്. മൂളിപ്പാട്ട് തന്നെയാണ് കേൾക്കാറുള്ളത് എന്ന് ഉറപ്പുണ്ടോ? നീ ഞങ്ങളുടെ പൊരക്കടുത്തുള്ളതാ ഞങ്ങൾക്ക് ആശ്വാസം. അങ്ങനെ പോയാലോ? എന്തെങ്കിലും തന്നിട്ട് ഇത്രയും പറഞ്ഞല്ലേ? ആ പുതിയ ഇങ്ങതാ, ഞാൻ നിനക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തരാലോ. ഈ നാടിന്റെ തന്നെ കഥകൾ. കഥക്കകത്ത് വേറെ കഥ വേണ്ട, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കല്ലേ. ദേവ്ജിയോ? അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, ഇയാൾ തന്നെയാണ് ആനമർദ്ദ, ഒരു സംശയമില്ല. ഇപ്പോൾ തിരുമണിക്കരയിലെ ആളുകൾ പറഞ്ഞും കേട്ടു നല്ലവനായ തോമസ് മുതലാളിയെ കുറിച്ച്. എന്റെ ചേട്ടൻ ചാക്കോയും ആനമർദ്ദി തന്നെയാ മരിച്ചത്. കൊമ്പുണ്ട്. കുത്തിക്കൊന്നതാണല്ലേ? അല്ല, കൊമ്പുകൊണ്ട് ഉമ്മ വെച്ച് കൊന്നു. ഏതറിവൻ? നിങ്ങളുടെ നാടൻ പാട്ട് കേൾക്കാൻ നല്ല രസമാണെന്നാ എല്ലാരും പറയുന്നേ. വേലുവിന്റെ പാട്ട് കേട്ടിട്ട് ചന്ദ്ര അങ്ങോട്ട് ഇംപ്രസ് ആവുകയാണ്. പാടി കരിമ്പുക്കുവള മടുപ്പുവെ പൊടു കായ്ക്ക് തുരുമ്പ് തട്ടാതെടുത്തുവെങ്കിലും ഇതൊന്ന് പഠിച്ചു വെക്കണം, എന്നിട്ട് ആരെങ്കിലൊക്കെ വളയ്ക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടി നമ്മുടെ വേലു ആ രണ്ടുപേര് പാട്ട് പാടാൻ പോവാണ്. തുരുമ്പ് തട്ടാതെടുത്തുവെങ്കിലും സ്ട്രൈക്കിംഗ് ആണ് വരി. ആ, നമ്മുടെ അക്ഷരമാലയുടെ ബുക്ക് വിൽക്കുന്ന ആള് വീണ്ടും വന്നിട്ടുണ്ട്. ചന്ദ്രു, നമ്മുടെ നടരാജ സാറ് വന്നിരിക്കുന്നു. എന്താണ് പ്രശ്നം? ശല്യല്ലോ, ഇയാൾക്കിത് സ്ഥിരം പതിവാ. A few moments later. നിനക്കെന്താ ചന്ദ്രമതിയുടെ വീടുമായിട്ട് ഇത്ര ബന്ധം? രാത്രിയിലും നിന്റെ കാവലാണല്ലോ അവളുടെ വീടിന്. കേസ് അന്വേഷിക്കാൻ വന്നിട്ട് ഇയാൾ ചന്ദ്രയുടെ വീട്ടിൽ കിടന്ന് കറങ്ങുന്നത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിനക്കറിയാലോ,
ആ വീടുമായി ബന്ധപ്പെട്ട പ്രഭാകരന്റെ മരണവും അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസറാണ് ഞാൻ. അത് തനിക്ക് ഓർമ്മയുണ്ടോ? ആ വീടും പരിസരവും എന്റെ നിരീക്ഷണത്തില. അവിടെ വട്ടം കറങ്ങി എന്റെ അന്വേഷണത്തിന് തടസ്സം നിൽക്കരുത്. അത് ശരി. അപ്പൊ നീ അവിടെ പോവാറുണ്ടോ? ഞാനവിടെ പോവേ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി വാതിലിൽ മുട്ടുന്നതാണോ പോലീസ് അന്വേഷണം? നീ പോലീസിനോട് തോന്നിയ ദിവസം പറയുന്നോടാ. കാലം കുറെയായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഞാൻ കേസ് അന്വേഷിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സത്യസന്ധമായ സത്യങ്ങളോ? അതെന്താ അത്? വേലുവിനെ നടരാജൻ സാറ് പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലാണ്. ഓ, വേലുവിന്റെ മാരക അഭിനയം കാണുന്ന നമുക്ക് തന്നെ വേദനിക്കുന്നു. വീട് സാറേ, കുടിയേറ്റക്കാരെ സഹായിച്ചതിന് സാർ എന്റെ അപ്പനിട്ടെന്നൊരു പണി കൊടുത്തു. അന്ന് എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് സാറിന്റെ പൊക്കിൾ കൊടിക്ക് താഴെ കഞ്ഞിവെള്ളപ്പാത്തിയില് പരമാണി വിദ്യ പ്രയോഗിച്ചപ്പോ 3 വർഷം സാറിന്റെ കെട്ടിയോട് മൂത്രം നനഞ്ഞ തുണി അലക്കി. ആ അപ്പന്റെ മോനാ ഞാൻ. വെങ്ങാലൂർ ചന്ദന്റെ മകൻ. ഡബിൾ റോൾ. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. A few moments later. അതെന്താ അങ്ങനെ ഒരു സൗണ്ട്? ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും. 3 വർഷം സാറിന്റെ കെട്ടിയോട് മൂത്രം നനഞ്ഞ തുണി അലക്കി. വേലുവിന്റെ മൂത്രം നനഞ്ഞ തുണി ഇനി ആര് മാറ്റും? ഇനി നമുക്ക് മറ്റേ ഭക്തിസാന്ദ്രമായ അമ്മയെ കണ്ടിട്ട് വരാം. അമ്മേ, ഇതെന്താ അമ്മ ഷേവ് ചെയ്യണ? ഇത് അമ്മയല്ല, അച്ഛനാണ്. അല്ല സാറേ, ഇത് ആണും പെണ്ണും കെട്ട സാധനമായിരുന്നു. പണിയെടുത്തിരിക്കാൻ വേണ്ടിട്ട് വേഷം മാറുന്നേട്ടാ. ഇനി ഒരു ട്വിസ്റ്റ്. നമ്മൾ ഇത്ര നേരം കണ്ട വേലു, അയാളാണ് ശരിക്കുമുള്ള ശക്തി സാർ. ശക്തിവേൽ IPS. يا سوي رقصة بياع جيب لي واحد كارك يلا بياع تاكسي سيارك بلش يلا يلا اسوي رقصة تانية رقصة البكر كلها 6-8 دوس دوس عندي خش فصلة يا هي دوس دوس والله خش رقصة يا هي دوس دوس عندي خش فصلة يا هي دوس دوس والله خش رقصة. ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയാണ് ശക്തിവേൽ സ്പൈ ആയിട്ട് വന്നത്. आंधी बन के आया हूँ मेरा हौसला भी यही आज है ना तो कारवा की तलाश है ना तो कारवा की तलाश है ना तो हम सब. ഇയാളാണ് ശരിക്കുള്ള ശക്തിവേലെങ്കിൽ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഈ പോലീസ് മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവാഞ്ഞത്? എന്താ ഈ പോലീസുകാരും ശക്തിവേൽ IPSനെ കണ്ടിട്ടില്ലേ? താങ്ക് യു സർ. നിങ്ങൾ ആനമറുതയോ കാട്ടുകോഴിയോ എന്താന്ന് വെച്ചുണ്ടാക്കിക്കോ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എഴുതി വെച്ചതൊക്കെ അഭിനയിക്കുന്നതിന് മുന്നേ ഞാൻ ഇന്ന ആളാണ്, നീ മറ്റേ ആളാണ്, അങ്ങനെ ഒരു ധാരണയിൽ എത്തുക. നിങ്ങൾ പറഞ്ഞു പഠിക്കുക ആദ്യം. അതിനുശേഷം അത് ക്യാമറയിൽ ഒപ്പിയെടുക്കുക. ഇന്ന് പ്രഭാകരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ 5 മിനിറ്റ് കഴിയുമ്പോൾ രാമൻ നായരായിട്ട് മാറുകയാണ്. എന്താ ഞാൻ അതിനൊക്കെ പറയാ? ട്വിസ്റ്റാണ് ഇത്രേ. ഒന്നാമത് കേസ് അന്വേഷിക്കാൻ വന്നിട്ട് ഇത്രയും പൊട്ടത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയ ഒരു പോലീസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. आंधी बन के आया हूँ मेरा हौसला भी यही आज है. ഇയാളുടെ വേണ്ടപ്പെട്ട പലതും ഉടഞ്ഞു കഴിഞ്ഞു. ना तो कारवा की तलाश है. ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം. ഇയാളാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ദുരന്തർ. ഇനി സത്യങ്ങൾ അറിയാനുള്ള സമയമാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, ഏതോ ഗുണ്ടകളൊക്കെ ചേർന്ന് ആനയുടെ കാല് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് അതുകൊണ്ട് ആൾക്കാരെ ഇടിച്ചു കൊല്ലുകയാണ്. അതാണ് ആനമറുത. ഇതൊക്കെ ചെയ്തത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദേവ്ജി തന്നെയാണ്. ഒരു മയത്തിലൊക്കെ ഞെക്ക്. നിങ്ങൾ മാസ് കാണിക്കുകയാണെന്ന് ആ ലാപ്ടോപ്പിന് അറിയില്ല. സോറി, ഇതല്ല, മാറിപ്പോയി. എന്നോ കാട്ടിൽ വെടിയേറ്റ് ചത്ത ആനയുടെ പ്രേതകഥ കെട്ടിച്ചമച്ച് ഇക്കണ്ട സ്വത്തും സ്വർണം വിളയുന്ന ഈ മണ്ണ് കൈക്കലാക്കാൻ ആനമറുതയെ കൂട്ടുപിടിച്ച
തോമസ് മുതലാളി. അങ്ങനെ ശക്തിവേൽ കേസ് സോൾവ് ചെയ്ത് താൻ തിരിച്ചു വരുമെന്ന് ചന്ദ്രയ്ക്ക് വാക്കുകൊടുത്ത് ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ്. അതോടെ പടം കഴിഞ്ഞു. ആനമർദ്ദ കോപ്പ് ഓരോ തേങ്ങകൾ എഴുതി ഉണ്ടാക്കി വെച്ചോളും. لا يا سوي رقصة بياع جيب لي واحد كارك يلا بياع تاكسي يا رب بلس يلا